ഹലോ, ഇന്ന് വന്നിട്ടുള്ളതൊരു ക്ലോത്ത് അപ്സൈക്ലിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് യൂസ്ഫുള്ളായിട്ടും അതുപോലെ തന്നെ ഹോം ഡെക്കറായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അതിനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ബനാറസ് ദുപ്പട്ടാസ് ഇതുപോലെയുള്ള ദുപ്പട്ടാസ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഓൾഡ് സാരീസ്, അതുപോലെ ബ്ലൗസ് പീസ് എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. കിഡ്സിൻ്റെ ഫ്രോക്ക് ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാണാൻ ഭംഗിയുള്ള എന്ത് ക്ലോത്തും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ ഞാനൊരു പഴയ ദുപ്പട്ട അടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ നേരത്തെ ഉള്ളൊരു ബാലൻസ് ഫാബ്രിക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തിട്ടുള്ള രണ്ട് ഫാബ്രിക്കും കമ്പൈൻ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് ചെറിയ പീസായിട്ടെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന പീസിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 8.25 ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് ഓരോ പീസിലും നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നതിന് പകരമായിട്ട് ഞാനൊരു പേപ്പറിൽ സെയിം മെഷർമെൻറ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു പേപ്പർ നമ്മൾ ഫാബ്രിക്കൊക്കെ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പിൻ ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അതിനായിട്ട് നമ്മളാദ്യം ഫാബ്രിക് ഒന്ന് ഈക്വലൈസ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ഫാബ്രിക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് എല്ലാം കൂടെ പിൻ ചെയ്തിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ സിസേഴ്സ് കുറച്ച് ചെറുതായത് കാരണം ഞാൻ കുറച്ച് ഭാഗം മാത്രം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ 4 പീസ് അറ്റ് എ ടൈം കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ഷീറ്റിലേക്ക് ഞാൻ നമ്മുടെ 8.25 എന്നുള്ള ആ ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പീസ് പ്രോപ്പറായിട്ട് പിൻ ചെയ്തിട്ട് ഫാബ്രിക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് പിൻ ചെയ്തതിന് ശേഷം 4 സൈഡും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് കറക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇല്ലാതാകാൻ വേണ്ടിയിട്ട് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള 12 പീസസാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ഓരോന്നും ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 12 പീസസാണ് നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എല്ലാ ഫാബ്രിക്കിലും സ്ട്രെയിറ്റ് ആയിട്ടും ക്രോസ് ആയിട്ടുള്ള ആ ഒരു ഭാഗം വരില്ലേ, അപ്പോൾ അതാണ് കേട്ടോ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സ്ട്രെയിറ്റ് വരുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി സെയിം മെഷർമെൻറ്റിൽ നമ്മൾ ഈ ഒരു ദുപ്പട്ടയും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദുപ്പട്ടയും ഞാൻ 12 സ്മോൾ പീസസ് വരുന്ന രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ബാലൻസ് പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലാതെയുള്ള 12 സ്ക്വയർ പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇതാ ചെയ്യുന്നത് നമ്മൾ ദുപ്പട്ടയുടെ പീസും പിന്നെ വന്നിട്ടുള്ള ആ ഒരു ഗോൾഡൻ ഫാബ്രിക്കില്ലേ അതിൻ്റെ പീസും കൂടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ആദ്യം ഫെയർ സൈഡ് ഫേസ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം റോങ് സൈഡിലൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ ഇങ്ങനെ നിവർത്തുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടൽ. അപ്പോൾ അതാ ഒന്നും കൂടെ കാണിക്കാം. സിമ്പിളാണ്. ഇതുപോലെ ഫെയർ സൈഡ് വെച്ച് കൊടുക്കുക, ഗോൾഡൻ ഫാബ്രിക്കിൻ്റെയും ഫെയർ സൈഡ് വെച്ച് കൊടുക്കുക, ഒരു സ്റ്റിച്ച് ഇടുക, ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക. അപ്പോൾ അതുപോലെ എല്ലാ പീസും ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ 2 കളേഴ്സിൽ വരുന്ന ഓരോ 2 പീസും ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടൽ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് 2 പീസ് എടുത്തിട്ട് നമ്മുടെ ആ ഒരു മെറൂൺ കളർ വരുന്ന സൈഡിൽ ഗോൾഡൻ ഷെയ്ഡ് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് അത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഫെയർ സൈഡ് ഫേസ് ചെയ്തിട്ട് വീണ്ടും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്നതാണ് കേട്ടോ. ഒരു 4 സെക്ഷനായിട്ട് ഈ ഒരു രീതിയിലാണ് കിട്ടൽ. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കതൊരു റഫ് എഡ്ജും കാര്യങ്ങളൊക്കെയാണല്ലോ വരുന്നത്. ആ ഒരു സീക്വൻസിൻ്റെ ആ ഒരു ത്രെഡിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെയിം മെഷർമെൻറ്റിൽ നമ്മളൊരു ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്.
ഇത് നമ്മളൊരു കുഷൻ കവറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയും ചെയ്തെടുത്തിട്ടുള്ളത് കുഷൻ കവറിൻ്റെ ഫ്രണ്ട് സൈഡാണ്. ഇനി ബാക്ക് സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു മാച്ചിങ് കളറുള്ള ദുപ്പട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് 4 to 5 ഇഞ്ച് ഇതുപോലെ എക്സ്ട്രാ വരുന്ന രീതിയിൽ കട്ട് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ ലെങ്ത് വൈസ് എക്സ്ട്രാ ഒരു 4 ഇഞ്ച് to 5 ഇഞ്ചോളം നമുക്ക് എക്സ്ട്രാ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്റർ പോർഷനോ അല്ലെങ്കിൽ 1/4 പോർഷനൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ആദ്യം തന്നെ നമ്മുടെ ഇത് ക്ലോത്തിൻ്റെ ഫെയർ സൈഡിലേക്ക് വെച്ചിട്ട് രണ്ടിൻ്റെയും ഫെയർ സൈഡ് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുള്ള ക്ലോത്തില്ലേ അത് മിഡിൽ പോർഷനിൽ വന്നിട്ട് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ 4 എഡ്ജും നമ്മൾ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കേണ്ടതാണോ. 4 എഡ്ജും കറക്റ്റാക്കിയിട്ട് എക്സ്ട്രാ പോർഷൻ ഇതുപോലെ ഓവർലാപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞാനതൊന്ന് റൈറ്റ് സൈഡ് ടേൺ ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മുടെ കുഷൻ കവർ നല്ല നീറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയൊരു കുഷനും കൂടെ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു റോയൽ ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്റ്റായിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള ബനാറസി ദുപ്പട്ടാസ്, സാരി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ക്ലോത്തിൻ്റെ പീസൊക്കെ ആണെങ്കിലും നമുക്കിതുപോലെ ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിൽ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്കിതുപോലെ സിമ്പിളായിട്ട് ഫാൻസി ആയിട്ട് ഒരു നല്ല ലുക്കിൽ വരുന്ന കുഷൻ കവേഴ്സൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന പീസ് അതിൻ്റെ മെഷർമെൻറ്റും കൂടെ കാണിച്ചിട്ടുണ്ട്. ഒരു 4 to 5 ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ തന്നെ അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ആ ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് 8.25 വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് കുഷൻ്റെ മെഷർമെൻറ്റ് 16/16 ആണ്. അപ്പോൾ അതിൻ്റെ 4 ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ ആ ഒരു ഓരോ പീസും നമ്മൾ 4 ഇഞ്ച് വെച്ചിട്ട് തയ്യൽ തുമ്പും കൂടെ അലോയ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു 0.25 എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു മെഷർമെൻറ്റ് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി സെയിം മെഷർമെൻറ്റിൽ ചെയ്തെടുത്തിട്ടുള്ള ബാക്കി പീസസ് നമ്മൾ ഇതുപോലെ ലെങ്ത് വൈസ് ഫുള്ളായിട്ട് തന്നെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഇത് ഞാൻ ലെങ്ത് വൈസ് തന്നെ ഇത് ഓരോന്നും ഇതുപോലെ ജോയിൻ ചെയ്ത് പോകുന്നുണ്ട്. നേരത്തെ നമ്മൾ സിംഗിൾ പീസിൻ്റെ ബാക്ക് സൈഡിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തു. അതുപോലെ കുഷൻ കവറിൻ്റെ ബാക്ക് പീസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ യൂസ് ചെയ്തിട്ട് ബാലൻസ് വന്നിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയല്ലേ അതിൻ്റെ ഈ ഒരു സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതൊക്കെ ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബാക്കി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു 4 പീസ് ജോയിൻ ചെയ്തിട്ടുള്ള പോർഷൻ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ദുപ്പട്ടയുടെ ബാലൻസ് പീസാണ് നമ്മൾ ബേസായിട്ട് എടുക്കുന്നത്. അതിൻ്റെ മുകളിലോട്ട് ഈ ഒരു കട്ട് പീസ് ജോയിൻ ചെയ്തിട്ടുള്ള പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ റോങ് സൈഡ് തമ്മിൽ ഫേസ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് സെൻട്രലൈസ് ചെയ്ത് കറക്റ്റ് 2 സൈഡിലും എങ്ങനെയാണോ ബാലൻസ് വരുന്നത് അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ ഒരു സൈഡിലുള്ള ലേസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ബോർഡർ പാർട്ട് ഇപ്പോൾ 1 സൈഡിലാണ് ഉള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് സൈഡിലും കൂടെ ബോർഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ബോർഡർ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ എഡ്ജൊക്കെ ഫിനിഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു അടിയിലത്തെ ക്ലോത്തിൻ്റെ വിഡ്ത്ത് ഇതിനേക്കാളും കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സൈഡ് ഫിനിഷ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു ബോർഡർ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് നമ്മളൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ 2 ലെങ്ത് വൈസുള്ള സൈഡും ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിതിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു ബോർഡർ അറ്റാച്ച് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. ആദ്യം അത് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ 2 പീസും കൂടെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും നമ്മൾ ഓരോ എൻഡിലേക്കാക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ആദ്യം ഞാൻ ഈ ഒരു ബോർഡറൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം.
അപ്പോൾ ഇതാ ബോർഡറെല്ലാം അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ 2 പീസസ് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ അറ്റാച്ച് ചെയ്ത പോലെ തന്നെ അറ്റാച്ച് ചെയ്യാത്തത്, ഇതിൻ്റെ ഇടയിലൊരു ലേസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിസൈൻ 2 സൈഡിലേക്കും വെച്ചാൽ നമുക്കൊരു ഈവൺ ലുക്ക് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഇത് ഓരോ സൈഡിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ എഡ്ജും കൂടെ ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ അടിയിലുള്ള പീസിൻ്റെ എഡ്ജും കൂടെ ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കും കൂടെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ മുകളിൽ വെക്കുന്ന ആ ഒരു കട്ട് പീസ് ജോയിൻ ചെയ്തിട്ടുള്ള ലെങ്തി പീസില്ലേ, അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 2 സൈഡും നമ്മളങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുത്തപ്പോൾ 2 സൈഡും ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബോർഡറൊന്നും എത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ലെങ്ത് വൈസ് ബാക്കി പീസസൊക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ ബേസിൻ്റെ ആ ഒരു മിഡിൽ പോർഷനില്ലേ, അതൊന്ന് മാർക്ക് ചെയ്ത് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോഴാണ് നമ്മൾ ടോപ്പ് സ്റ്റിച്ചിങ് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റിൽ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മിഡിൽ പോർഷൻ ഒന്ന് മാർക്കിങ് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള പീസില്ലേ, അത് മുകളിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ മിഡിൽ പോർഷൻ എടുക്കുന്നുണ്ട്. അതിപ്പോൾ ഓൾറെഡി സ്റ്റിച്ചഡ് ആയതുകൊണ്ട് അത് കറക്റ്റായിട്ട് തന്നെ ആ ഒരു സ്റ്റിച്ചിൽ വെച്ച് കൊടുത്താൽ തന്നെ മതിയാകും. എന്നിട്ട് കറക്റ്റ് ഒന്ന് പിൻ ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം 2 സൈഡിലുമായിട്ട് സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ അടിയിലുള്ള ലേസിൻ്റെ പോർഷൻ ഇതുപോലെ മടക്കി മുകളിൽ വെച്ചതിന് ശേഷം ഒരു സ്റ്റിച്ച് കൊടുക്കലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ലെങ്ത് വൈസ് 2 സൈഡും നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോർഡർ പീസിൻ്റെ അറ്റത്തും കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നീറ്റിൽ തന്നെ അത് കിടന്നോളും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ കുഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു പ്ലെയിൻ ദുപ്പട്ടയില്ലേ, ഇതിൻ്റെ ടാസിൽസ് നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ 4 ടാസിൽസ് ഉണ്ടല്ലോ, അത് 4 ഇതിൻ്റെ 4 കോർണറിലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എഡ്ജ് ഫിനിഷ് ചെയ്യുമ്പോൾ ഇതും കൂടെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ചിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം കേട്ടോ, പുറമേ ചെയ്യുന്നതിനേക്കാളും നീറ്റ്നെസ് അതായിരിക്കും. അപ്പോൾ ഞാൻ ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി 3 സൈഡ്സും കൂടെ 3 കോർണറും കൂടെ ആ ഒരു ടാസിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ബോർഡറിൽ വരുന്ന ആ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോർണേഴ്സിൽ ടാസിൽസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോത്ത് സൈഡ് ഫിനിഷിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി ഇതിൽ നമുക്ക് റഫ് എഡ്ജ് ഫിനിഷ് ചെയ്യാനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ 2 സൈഡും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു റോയൽ ലുക്കിന് വേണ്ടിയിട്ട് ഈ ഒരു സൈഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ സിംഗിൾ കളറിൽ യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഭാഗം കൂടെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ഫെസ്റ്റീവ് വൈബൊക്കെ തരുന്നതാണ്. അപ്പോൾ ഫെസ്റ്റീവ് ടൈമിൽ അതുപോലെ ഒക്കേഷനിലൊക്കെ നമുക്കിത് വീട്ടിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഒരു പീസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് നമുക്ക് ബെഡ് റണ്ണറും അതുപോലെ ടേബിൾ റണ്ണറും ഒക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 2 രീതിയിൽ ഡെക്കറേറ്റീവായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒന്ന് നമുക്ക് ബെഡ്റൂമിൽ അതുപോലെ ലിവിങ് റൂമിലും കൂടെ ഈ ഒരു പീസസ് യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലുക്ക് ഞാനിവിടെ ബെഡ്റൂമാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ലുക്കാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പോകാനും അതുപോലെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.